ഹക്ക് ഏവർക്കും സ്വാഗതം. കലാലയമുറ്റങ്ങളിൽ എവിടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ പേരിൽ വിദ്യാർത്ഥികളെ ഒരിക്കലും അകറ്റി നിർത്തുകയോ വേർതിരിവ് കാണിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പല കലാലയങ്ങളിലും വസ്ത്രത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും അവരുടെ തലയിൽ തന്നെ വിഷം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നൂലിൽ കോർത്ത മുത്തുമണികളെ പോലെ എല്ലാ വിദ്യാർത്ഥികളും ഒത്തൊരുമയായി പോരാടിയ ഒരു വലിയ കലാലയ സമുച്ചയത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. This program brought to you by നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കർ അതിലെ സീനിയർ റിസർച്ച് ഫെലോ ആയി വർക്ക് ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോട് അടുക്കയിൽ താമസിക്കുന്ന ഷിഹാബാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ചരിത്രങ്ങൾ പുതിയ തലമുറക്ക് കൈമാറാൻ വേണ്ടി നമുക്ക് ഷിഹാബിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ജാമിയ മില്ലിയ ഇസ്ലാമിയ കഴിഞ്ഞ 2021 100 വർഷം തികച്ചു. ഈ 100 വർഷം ജാമിയയുടെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്ര നാൾവഴികളിലൂടെയാണ് ജാമിയ കടന്നു പോയിട്ടുള്ളത്. ഒന്നാമതായി അതിൻ്റെ ചരിത്രം, ആദ്യ നിർമ്മാണ കാലഘട്ടത്തിൽ അത് സ്ഥാപിക്കപ്പെട്ട അതിൻ്റെ ഒരു ലക്ഷ്യവും അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നാണ്. 1921 സമയത്ത് നിസ്സഹകരണ പ്രസ്ഥാനം വളരെ കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടത്തായിരുന്നു ജാമിയ പോലെയുള്ള ഒരു സർവകലാശാല ബ്രിട്ടീഷുകാരുടെ ഒന്നും സഹായം കൂടാതെ നമ്മൾ ഓർഗാനിക്കായി ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു വിദ്യാഭ്യാസം, ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം വേണമെന്നൊരു ലക്ഷ്യത്തിൻ്റെ പുറത്തു നിന്നാണ് അന്നത്തെ മഹത്തുക്കളായിട്ടുള്ള സ്വാതന്ത്ര്യ സേനാനികളായിട്ടുള്ള ഹക്കീം അജ്മൽ ഖാനെ പോലെയുള്ള, മെഹമ്മൂദ് ഹസൻ അവരെ പോലെയുള്ള, അതേപോലെ മഹത്തുക്കളൊക്കെ ഗാന്ധിജി, അതേപോലെ ഇവരെ പോലെയുള്ള മഹത്തുക്കളൊക്കെ അന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഗാന്ധിജി പറഞ്ഞൊരു വാക്ക് വളരെ ഈ സമയത്തൊക്കെ നമ്മൾ ഉണർത്തുന്നൊരു കാര്യമാണ്. ഈ ജാമിയയുടെ നിലനിൽപ്പിനായി ഞാൻ സ്ട്രീറ്റ് തോറും കവലകൾ തോറും പണച്ചട്ടിയുമായി പിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. അതൊക്കെ ഇന്ന് ജാമിയയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിലൊക്കെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ഈ 256 ഏക്കറോളം വരുന്ന 36-40 സ്കൂളുകൾ വരുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു 11,000-ഓളം വരുന്ന കുട്ടികൾ ഇന്ന് വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി, PG, PhD, PDF, അതിലും താഴെയുള്ള സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, പിന്നെ നഴ്സറികൾ, പ്രീ സ്കൂളുകൾ എന്ന് വേണ്ട ഖബറിസ്ഥാൻ വരെ ജാമിയയുടെ അധീനതയിൽ ഉള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഫോമുകൾ ജാമിയയുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. നമ്മൾ സാധാരണ തമാശ എന്ന രൂപം എന്ന് പറയും, നമ്മൾ കിൻഡർ ഗാർഡൻ മുതൽ പ്രീ സ്കൂൾ മുതൽ ഖബറിസ്ഥാൻ വരെയുള്ള ഫോമുകൾ ഇന്ന് ജാമിയയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടാവുന്നതാണെന്നുള്ളത്. സംഭവബഹുലമായ 100 വർഷം പിന്നിടുമ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല അതിൻ്റെ ചരിത്രത്തിലേക്ക് ചാരിതാർത്ഥ്യത്തോടെയാണ് തിരിഞ്ഞു നോക്കുന്നത്. ബാനി ഹസ്രാത്ത് എന്ന് പറയപ്പെടുന്ന അതിൻ്റെ ശില്പികൾ ഹക്കീം അജ്മൽ ഖാനെ പോലെയുള്ള, മെഹമ്മൂദ് ഹസനെ പോലെയുള്ള, ഷൈഖുൽ ഹിന്ദ് മദനി സാഹിബിനെ പോലെയുള്ള, പൂർവ്വ രാഷ്ട്രപതി ഡോക്ടർ ജാക്കിർ ഹുസൈനെ പോലെയുള്ള ശില്പികൾ സ്വപ്നം കൊടുത്ത് അതിന് ചിറക് നൽകിയ, ഇന്ന് രാജ്യം മുഴുവനും ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വലിയ സമുച്ചയം, ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇതിന് ആശീർവാദം നൽകി വളർത്തിക്കൊണ്ടുവന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ മകുടഗോദരണമായി രാജ്യത്ത് നിലനിൽക്കുന്ന വലിയൊരു സൗധം. ഇവിടെ നിന്ന് പഠിച്ച്
പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ വ്യത്യസ്ത കോണുകളിൽ രാജ്യ നന്മയ്ക്കും പൗരാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് 2019 CAA-ക്കെതിരെ സമരത്തിന് വേണ്ടി കാഹളം മുഴക്കിയതും നേതൃത്വം നൽകിയതും. എന്തും ഒരു വിദ്യ അൽ ഇൽമു മിനൽ മഹദി ഇലൽ ലഹദ്, അതായത് വിദ്യ പകരുന്നത് തൊട്ടിൽ നിന്ന് മുതൽ കട്ടിൽ വരെ എന്നുള്ള ഒരു വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ജാമ്യ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ചൂട് പിടിച്ചുകൊണ്ട് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാരായ വിശിഷ്യ കേരളീയരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നന്നായിട്ട് ആൾക്കാർ ഇതിൻ്റെ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലത്തു നിന്ന് ആൾക്കാർ പല സംഘടനകളുടെയും ചൂട് പിടിച്ചുകൊണ്ട് അവരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളുടെയും അവരുടെ കോച്ചിങ് ക്ലാസ്സുകളുടെ ഒക്കെ സഹായത്തോടെ ഇന്ന് ജാമ്യയിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. അവർ PG ചെയ്യുന്നു, UG ചെയ്യുന്നു, PhD ചെയ്യുന്നു. PhD കഴിഞ്ഞ് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങളിലൊക്കെയുള്ള ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ലോകത്ത് തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവിടെ പോയി PhD പൂർത്തിയാക്കുന്നു, PDF പൂർത്തിയാക്കുന്നു. അങ്ങനെ അവിടെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാമ്യ ഇന്നിപ്പോൾ കഴിഞ്ഞ NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് ഇന്ത്യയെ ഒട്ടാകെയുള്ള എല്ലാ കേന്ദ്ര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ റാങ്ക് ചെയ്യാനുള്ള ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായി ജാമ്യ കഴിഞ്ഞ NIRF റാങ്കിൽ ടോപ്പ് 6 ഉണ്ട്. 6ാം റാങ്കാണ് ജാമ്യക്ക് അന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാമ്യ പോലുള്ള സ്ഥാപനത്ത് പഠിക്കുക എന്നുള്ളത് ഒരു പ്രിവിലേജാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളൊരു സ്ഥാപനമാകുമ്പോൾ ഫീസും ബാക്കിയുള്ള അനുബന്ധ ചിലവുകളൊക്കെ തുലവും കുറവാണ് ബാക്കിയുള്ള സ്ഥാപനങ്ങളെ തട്ടിച്ചു നോക്കും. അപ്പോൾ ഇതിൽ കേരളക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായി വ്യത്യസ്ത ജില്ലകളിലെ എല്ലാ ആൾക്കാരും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലൊറ്റ ഒരു പ്രശ്നം നമ്മളെ മലബാർ മേഖലയിലെ കാസർഗോഡ് നിന്ന് വരുന്നുള്ളൊരു കുട്ടികളുടെ ഇത് ദൗർലഭ്യമാണ്. കാരണം ഈ ഒരു ആശയത്തെ എത്രമാത്രം നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ ഇത് അവരിലേക്ക് ഇതിൻ്റെ ഒരു വിവരം അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഒരു ഇഷ്യൂ നന്നായി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിലൊന്നും കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നന്നായി കുറവായി കാണപ്പെടുന്നത്. അപ്പോൾ അത് ഏത് വിധേനയും പരിഹരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇതിൽ ഈ ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം, ഞാൻ സോഷ്യോളജി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു തലത്തോട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉദിച്ചത് കാരണത്താൽ MS മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അന്ന് ഇപ്പോൾ അതായത് ഇന്ന് കേരളത്തിലുള്ള ഏക കേന്ദ്ര സർവകലാശാല, അന്നത് തുടക്ക സമയമായിരുന്നു. 2009 കേന്ദ്രം 12ഓളം കേന്ദ്ര സർവകലാശാലകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും കാസർഗോഡിനും അനുവദിച്ച് കിട്ടി. അപ്പോൾ 2012-14 കാലഘട്ടത്തായിരുന്നു എൻ്റെ MSW പഠനം പൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം ഞാൻ കേരള ഗവൺമെൻറ് ഒരു ASAP പ്രോഗ്രാം, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം മാനേജർ എന്ന തസ്തികയിൽ ജോലി ചെയ്തു. അത് കുട്ടികൾക്ക് +2 ലെവലുള്ള കുട്ടികൾക്കൊക്കെ സ്കിൽ സെറ്റുകൾ കൊടുക്കുക, നൈപുണ്യ വികസനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് PhD ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ജാമ്യയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക്. അങ്ങനെയാണ് ജാമ്യയിൽ അപേക്ഷിക്കുന്നതും 2015 മുതൽ ജാമ്യയിൽ ഇതിൻ്റെ ഭാഗമായുണ്ട്. ഇപ്പോൾ PhD കംപ്ലീറ്റ് ആവാറായി, സബ്മിഷന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് വിവരമാണ്, ഇൻഫർമേഷനാണ്. നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു, അറിയാനുള്ള വകുപ്പുകളുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഇത്രമാത്രം വ്യാപകമായി എല്ലാ വീടുകളിലും എത്തിയ ഒരു സാഹചര്യത്തിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവുക എന്നുള്ളത് ഇന്നൊരു വലിയൊരു പ്രശ്നമല്ല. എല്ലാ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച്. അപ്പോൾ അത് മാതാപിതാക്കൾ അതിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും കുട്ടികൾ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി നമ്മൾക്ക് എല്ലാ സാധനവും ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അവരുടെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അത് എന്ന് വേണ്ട എല്ലാവിധ കോളേജുകളെ പറ്റിയുള്ള വിവരം ഇന്ന് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും അതേപോലെ വ്യത്യസ്ത കോച്ചിങ് ആപ്പുകൾ വഴിയും പിന്നെ പോരാഞ്ഞ് പത്രമാധ്യമങ്ങളിലേക്ക് വരുന്ന പരസ്യങ്ങൾ വഴിയും അതേപോലെ വ്യത്യസ്ത വേറെ രീതിയിലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
ഇത് ഉപയോഗപ്പെടുത്തി ഇത്തരം സ്ഥാപനങ്ങളിൽ എൻട്രൻസിന് അപേക്ഷിക്കുക, പരീക്ഷ എഴുതുക, നന്നായി കോച്ച് ചെയ്യുക, നന്നായി പഠിക്കുക, എന്നിട്ട് ഇതിലേക്ക് എത്തിച്ചേരുക. ഇവിടുത്തെ ഒരു കൂട്ടുകെട്ട്, ഇവിടുത്തെ ഒരു വലയം, ഇതിൻ്റെ ഭാഗമാവുക, എന്നിട്ട് ചിന്തകൾ വലുതായി ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സ്വാഭാവികമായും നല്ലൊരു പഠനം, നല്ലൊരു സ്ഥാപനം എന്നുള്ളൊരു ഖ്യാതി കൊണ്ട് തന്നെ നല്ലൊരു ജോലി എന്നുള്ളത് കൂടി ഇത് ഉറപ്പു തരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിച്ചു എന്നതുകൂടി മാറ്റർ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം രാജ്യത്ത് തന്നെ രാജ്യത്തിൻ്റെ സിസ്റ്റമായിട്ടുള്ള നിർഫ് പോലെ റാങ്കിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു പ്രിവിലേജ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ ഈ ഒരു ആനക്കാര്യമൊന്നുമില്ല. കുറച്ച് സമയം നിങ്ങളുടെ മൊബൈൽ ഗെയിമിങ്ങിൻ്റെ സമയത്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നാട്ടിലുള്ള അനാവശ്യ സംസാരങ്ങളോ അങ്ങനത്തെ ഇടയിൽ ഇതിന് ഒരു ദിവസത്തിൽ 1-2 മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പു തരുന്നു. 2021 100 വർഷം തികച്ച ഇന്ത്യയിലെ തന്നെ തലമുതിർന്നു നിൽക്കുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന കേന്ദ്ര സർവകലാശാല. ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും അതിനു മുമ്പുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം കൂടി കൂട്ടിയല്ലാതെ പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ NRC CAA സമരത്തിലൂടെ തരംഗമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. കഴിഞ്ഞ കാല ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹമാണ് രാജ്യത്തിന് ദിശാബോധം നൽകിയത്. അതിൻ്റെ നേർചരിത്രമാണ് ജാമിയയുടെ ഓരോ ഇടനാഴിയിലും മുഴങ്ങിക്കേൾക്കുന്നത്. പല മേഖലകളിലും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NIRF റാങ്കിങ്ങിൽ 5ാമതായി ആദ്യ 10ൽ ഇടം നേടിയ ഒരു കേന്ദ്രീയ സർവകലാശാല കൂടിയാണ്. ഇവിടെ നിന്നും പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് വളർന്നതിൽ അതിശയോക്തിയില്ല. ഈയൊരു സർവകലാശാല നമുക്ക് മുന്നിൽ വിളിച്ചോതുന്നത് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, രാഷ്ട്ര നിർമ്മാണത്തിന് മുന്നിലും പകച്ചു നിൽക്കാതെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ്. ഈ കൂറ്റൻ ക്യാമ്പസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറിപ്പുകൾ കാണാം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചുവടുകൾ പിടിച്ച് അന്ന് ഗാന്ധിജിയുടെ ആശയങ്ങൾ കൊത്തിയിറക്കിയ കല്ലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഉറുദുവിലെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന പ്രശസ്ത കവി മിർസ അബ്ദുല്ല ഖാൻ ഗാലിബിൻ്റെ പ്രതിമയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ 7ാം നമ്പർ ഗേറ്റിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾക്കും വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ നന്മ കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കുക.